ഹായ്, ഇന്ന് നമുക്ക് വൈകുന്നേരം ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല മോദകം അല്ലെങ്കിൽ സുഖി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 കപ്പ് പയർ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായി വേവിക്കാൻ വയ്ക്കുക. ഒരു 3-4 വിസിൽ വരുന്നവരെ വയ്ക്കുക. അതിനുശേഷം 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പാനിയാക്കി എടുക്കുക. ഈ ശർക്കര പാനി നമ്മൾ നേരത്തെ വേവിച്ച് വച്ചേക്കുന്ന പയറിലേക്ക് ഒരു അരിപ്പ് കൊണ്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായത് ഇത് മുക്കി പൊരിക്കുന്നതിന് ആവശ്യമായ ബാറ്ററാണ്. അതിനുവേണ്ടി 1.5 കപ്പ് മൈദാമാവ് എടുക്കുക. അതിലേക്ക് നിറത്തിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു ദോശമാവിൻ്റെ പരുവാകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. ചൂട് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്കും ഷെയറും ഒക്കെ തരിക. ശേഷം മഞ്ഞൾപ്പൊടി കുറവായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് വെച്ച പയറിൻ്റെ മിക്സ് ചെയ്തത് ബോളാക്കിയെടുത്ത് എണ്ണ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ ബാറ്ററിൽ മുക്കി ഓരോരോ ബോൾസായിട്ട് പൊരിച്ച് കോരിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് അതേ സ്വാദിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് മോദകം. എല്ലാം ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലുള്ള പലഹാരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കുന്ന നമുക്ക് സന്തോഷം. അങ്ങനെയെല്ലാം നമ്മൾ ഇതേപോലെ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നി. ഞാനൊന്നെടുത്ത് കഴിച്ചു. നല്ല സ്വാദായിട്ടുണ്ട്. അതൊക്കെ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്